രീതിയിൽ നാട്ടുകൊണ്ട് വളരെ അനുഭവമായ ഒരു കാര്യമാണ് സാർ പറഞ്ഞത്. അത് ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഞാൻ സാറോട് അഭ്യർത്ഥിക്കുന്നു, സഹോദരന്മാർക്കും സഹോദരിമാർക്കും അത് പറഞ്ഞോളൂ. നമുക്കൊക്കെ ഇതുപോലത്തെ പല അനുഭവങ്ങളും പലവർക്കും ഉണ്ട്. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, എന്നെയൊന്നും പോലും അറിയില്ല, എന്നെയൊന്നും അറിയില്ല. നിങ്ങളെയൊക്കെ അറിയും, കാരണം നിങ്ങൾ എപ്പോഴും പോകണമുണ്ട്. പക്ഷേ ആ വ്യക്തിയോട് ഒരു സംസാരിച്ചത്, ആ വ്യക്തിക്ക് കൊടുത്തുള്ള പ്രസാദവും നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്നെയൊന്നും ഗുരു അറിയില്ല, എന്നെയൊന്നും ഗുരു നോക്കാറില്ല എന്നൊക്കെ വിചാരിക്കുന്ന വിട്ടിത്തരം. സകലവരെ ഒരു ഉറുമ്പിനെ വരെ ഗുരുവിനറിയാം. പക്ഷെ ആവശ്യമുള്ള സമയത്ത് നമ്മളോട് കൂടെ നിൽക്കും. പക്ഷെ ഗുരുവിൻ്റെ ആ ധർമ്മത്തിൽ നമ്മൾ സൂക്ഷിക്കുകയും വേണം. അങ്ങനെ സൂക്ഷിക്കാനുള്ള ഒരു അറിവ് നിരന്തരമായ ആശ്രമ ബന്ധത്തിൽ ഇതുപോലത്തെ അനുഭവങ്ങൾ കേട്ട് നിങ്ങളുടെ ഉള്ളിൽ വരണം. ഇത് ഒന്നല്ല, അതുപോലത്തെ കുറേ പേരുണ്ട്. നമുക്ക് അനുഭവത്തിൻ്റെ വശം നോക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് വന്ന ആൾക്കാർക്ക് കൂടുതൽ ചിലപ്പോൾ കിട്ടുക. അപ്പോൾ ഇതേപോലെ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ചികിത്സയുടെ കാര്യമൊക്കെ എന്നെയാണ് ശിശു ഏൽപ്പിച്ചിട്ടുണ്ടായത്. ഞാൻ അദ്ദേഹത്തെ ശ്രീത്രയിൽ പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ ഗുരു നമ്മളെ രണ്ട് കൈയും കൊണ്ട് സൂക്ഷിക്കുന്നു. പക്ഷെ നമ്മളാണ് രണ്ട് സാധനങ്ങൾ കൊണ്ട് ഗുരുവിനെ തട്ടുന്നത്. എന്താ രണ്ട് സാധനം? ജാതിയും മതവും കൊണ്ട് ഗുരുവിൻ്റെ കയ്യിൽ തല്ലിടും. ഇത് രണ്ടും തല്ലിക്കഴിഞ്ഞാൽ ഗുരു കൈവിടും. എന്ത് ചെയ്യാൻ പറ്റും? ഗുരു നമ്മളിങ്ങനെ എടുത്ത് നടക്കുക. ഒരു തരത്തിലുള്ള വിഷമങ്ങൾ നമുക്ക് തട്ടാതെ നമ്മളെ സൂക്ഷിച്ചു കൊണ്ടുപോയി. അങ്ങനെ എത്രയോ അനുഭവവശങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം നമ്മുടെ കൂടെ നിൽക്കുക. അതുകൊണ്ടാണ് നമ്മളിവിടെ പല കാര്യത്തിലും പറഞ്ഞത്, നിങ്ങൾ ഏത് കാര്യങ്ങളും ചെയ്യുമ്പോഴും ഗുരുവിനോട് ചോദിച്ചു ചെയ്യണം എന്ന് നമ്മൾ പറയും. അത് നമ്മൾ ചെറുതാണെന്ന് വിശ്വസിക്കുന്ന കാര്യം പോലും നമ്മളറിയാത്ത ഒരു വലിയൊരു പ്രശ്നം അതിലേക്ക് ചിലപ്പോൾ കയറി വരും. അതുകൊണ്ട് നമുക്കെന്തായാലും ഒറ്റക്കാലത്ത് തപസ്സിൽ ആരും പ്രത്യക്ഷപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എവിടെ എത്തിയാൽ മതി? തിരുവനന്തപുരം വരെ ഇറങ്ങിയാൽ മതി. അവിടെ പോയിട്ട് 10:30 മണിയാകുമ്പോൾ നമുക്ക് ആരെ കാണാം? ഗുരുവിനെ കാണാം. ഏത് കാര്യങ്ങളും ചോദിച്ച് മറുപടി വാങ്ങി അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇപ്പോൾ ശിശുബുധ കുറേയൊക്കെ നമുക്ക് ഇളവുകൾ തരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ബുക്ക് കഴിഞ്ഞാൽ ഈ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. രാജേട്ടനൊക്കെ അറിയോ? എനിക്കറിയില്ല. ഗുരുവിൻ്റെ അടുത്ത് പോയി റിട്ടേൺ ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ കുടുങ്ങി. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഗുരുവിനെ നമുക്ക് അനുഭവം തരും. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഈ പോയ പ്രശ്നം തീർന്നുണ്ടോ? അതെന്തോ ആവട്ടെ, ആ പ്രശ്നം അവിടെ തീർത്തിട്ടുണ്ടോ? അതിങ്ങനെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട പ്രധാനമായ ഒരു കാര്യം, ആ പറഞ്ഞ അമ്മയുടെ ഗുരുവിലുള്ള വിശ്വാസം. നമുക്കൊന്നും ഗുരുവിൽ അത്ര വിശ്വാസമില്ല. നമ്മൾ ചില ജൂതന്മാരെ പോലെ. ജൂതന്മാർക്ക് എന്താ കുഴപ്പം? അവർക്ക് അവരുടെ ഗുരുവിൽ വിശ്വാസം പോലെ. അതുകൊണ്ടാണ് ഗുരു ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവര് എന്ത് ചെയ്ത്, ശിവന്റെ ആളുടെ തലയെടുത്തിട്ട് വീണ്ടും അവർ യുദ്ധം ആഘോഷിച്ചു. കടൽ കടന്ന് വന്നതൊക്കെ ദൈവം മാറ്റി കൊടുത്തിട്ടാണ് അവർ ജയിച്ചത്. എന്നിട്ട് ആ മഹാഗുരു അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ, ഞാനൊന്ന് പോയി ദൈവത്തിനോടൊന്ന് ധ്യാനിച്ചിട്ട് വരാ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്താ കാണുന്നത്? നമ്മളെപ്പോലെ കാളത്തലേക്ക് ചാടിക്കളിക്കും. അവരെല്ലാവരും അദ്ദേഹത്തിന് തീർക്കേണ്ടി വരും. പിന്നെയാണ് ജൂതമതം ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ ഗതികേട് അവർക്കുണ്ട്. എന്ന പോലെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മൾക്ക് ഗുരുവിൽ ഒരു ഉറപ്പ് വേണം. പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടും. ഏത് കാര്യവും നിങ്ങൾ കഠിനമായി ശക്തമായി പ്രാർത്ഥിച്ചാൽ അതിന് തീർച്ചയായും നിങ്ങൾക്ക് ഫലമുണ്ട്.
എങ്ങനെയായാലും കയറി ഇല്ലേ? കോഴിക്കോട് ചോദിച്ചാൽ ഇരിക്കുന്ന പലവരും വലിയ അനുഭവമുള്ളവർ, അവരൊക്കെ എനിക്ക് വ്യക്തിപരമായി അറിയണമുണ്ടാണ്. കഠിനമായ ആ പ്രത്യേകിച്ച് വിശ്വജ്ഞാന മന്ദിരത്തിൻ്റെയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമുള്ള അനുഭവങ്ങൾ അതൊരു നിഘണ്ടുവിൽ എഴുതിയില്ല. അത്രയും അനുഭവങ്ങൾ ഗുരു നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് നമുക്കത് പ്രവർത്തിച്ചെടുക്കാൻ പറ്റാതെ പോകുന്നൊരു ഗതികേട്. അതിന് കാരണം ഗുരു പറയുന്നത് നമ്മുടെ കിടക്കാൻ പൊങ്ങാൻ പറ്റാത്ത ഈ തലമുറയുടെ ജീവന്റെ കർമ്മഗതി, ആ കർമ്മഗതി നമ്മളെ പല രീതിയിലും ബാധിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ആദ്യത്തെ നമ്മുടെ ചിട്ടയാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞു ആ അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. സാറൊക്കെ പറഞ്ഞ പോലെ അസുഖങ്ങൾ വരുമ്പോൾ ഭയങ്കര ശക്തിയായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അസുഖത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ 7 തലമുറയിൽ വരുന്ന അസുഖങ്ങൾ ഉണ്ട്. അതിലൊന്ന് ക്യാൻസറാണ്, വികലാംഗനായി ജനിക്കലാണ്, ഇതുപോലത്തെ കണ്ണിന് കാഴ്ചയില്ലാതെ ജനിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ 7 തലമുറയിൽ നിന്ന് വരുന്ന ഗതികേടുകൾ. അവർ ചെയ്ത നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമുക്ക് നന്മയെ കിട്ടും. അതുകൊണ്ടാണ് ശാന്തിഗിരിയിൽ വന്ന് എന്തും കർമ്മം ചെയ്യാനും ഹാരം കെട്ടുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഗുരുവായൂർ. അപ്പൊ അത് നമ്മുടെ ആ തലമുറയിലേക്ക് ഈ ഗതികേട് വരാതെ രീതിയിൽ സൂക്ഷിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ചിലവർക്ക് മാനസിക രോഗം ഉണ്ടാവും, ചിലവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാനസിക വിഭ്രാന്തികൾ ഉണ്ടാവും, ചിലവർക്ക് ഇവിടെ വരുമ്പോൾ അവരുടെ സ്വഭാവം തന്നെ മാറിപ്പോകും, ചിലവർക്ക് കുടുംബത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. ഇതെല്ലാം നമ്മുടേതായ കർമ്മഗതികളുടെ ഗതികേടാണ്. അത് നമ്മൾ ആരാധിച്ച വിടയുമില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് രണ്ടാമത്തതായി നിങ്ങൾക്ക് വരുന്ന അസുഖം ജീവിതചര്യയാണ്. ജീവിതചര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമ്മൾ ഏതിനെയാണോ ആരാധിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഗോത്രം എന്താണോ അതനുസരിച്ച് നമ്മുടെ രോഗങ്ങൾ നമ്മളെ ബാധിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം ശങ്കരാചാര്യ ഗോത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ വളരെ കുറവാണ്. ഇവിടെ പുഷ്പാഞ്ജലി ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്തുള്ളൂ? നാളല്ലേ ചോദിക്കുള്ളൂ. നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി ചെയ്ത് നോക്ക്, ഫസ്റ്റ് ചോദിക്കുക ഗോത്രം ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ശങ്കര ഗോത്രമുണ്ട്, മാത്വ ഗോത്രമുണ്ട്, പരശുരാമ ഗോത്രമുണ്ട്, അറിയോ അതൊക്കെ? വൈഷ്ണവ ഗോത്രമുണ്ട്, മനസ്സിലായോ? ബോഗർ ഗോത്രമുണ്ട്. ഇതൊക്കെ ഗോത്രങ്ങളാണ്. ഈ ഗോത്രത്തിന്റെ ധർമ്മത്തിലെ അവർ ജീവിക്കും. അതിൻ്റെതായ കുറവുകളും വിഷമതകളും അവർക്ക് വരും. നമ്മളിവിടെ നോക്കിയാലും അറിയാം, ഓരോ ജാതിക്ക് ഓരോ ദൈവങ്ങളുണ്ട്. നമുക്കറിയാം ആയുർവേദത്തിന് ഒരു ദേവി വന്നിട്ടുണ്ട് പുതിയതായി, അല്ലേ? ആയുർവേദത്തിന് ദേവി. ആയുർവേദം ഉണ്ടായത് ദൈവമില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിനാണ്. അതിലൊരു ദേവിയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മരപ്പണി എടുക്കുന്നവർക്കൊരു ദൈവമുണ്ട്, സ്വർണ്ണപ്പണി എടുക്കുന്നവർക്കൊരു ദൈവമുണ്ട്, ഇരുമ്പിന് ഒരുക്കുന്നവർക്കൊരു ദൈവമുണ്ട്. ഇതെല്ലാം ഒരു ഗോത്രത്തിന്റെ ദേവതകളാക്കി നിർത്തിയിരിക്കുക. ഈ ഗോത്ര ദൈവങ്ങൾ നമ്മളെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് ഒരു പറയുന്നു. ഞാൻ എല്ലാം ഈ മാസിക കൊണ്ടുവന്നു. ഈ മാസികയിലാണ് വ്യക്തമായി പറയുന്നത്. ഇത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അത് ഗുരുവാണിയാണ്. ഇത് 2003 ജൂൺ മാസത്തിലെ മാസികയിൽ അതിൽ ഗുരു പറയുന്നത് ഇങ്ങനെ ഗോത്രത്തിന്റെ ധർമ്മത്തിൽ ആരാധിക്കുന്ന, അത് മുത്തപ്പനായിക്കോട്ടെ, ഇവിടെ തന്നെ മച്ചിലോട്ട് ഭഗവതി ഇല്ലേ, അല്ലേ? മച്ചിന് മുച്ചിലോട്ട് ഭഗവതി എന്തോ ഞാൻ പറയാൻ, നമുക്ക് ഗുളിയൻ, ഇതൊക്കെ നമ്മുടെ കുട്ടിച്ചാത്തൻ, ഇതൊക്കെ ഇതെന്ത് ചെയ്യുന്നതാണ് ഗുരു പറയുന്നത്. ഇവിടെ വളരെ വ്യക്തമായി ആരെല്ലാം എന്തെല്ലാം വിധത്തിൽ ആരാധിച്ചിട്ടുണ്ടോ അവർ ഇത് പൊതിഞ്ഞ് കെട്ടിവെച്ച് ആരാധിച്ചും വന്ന അനേക ഗുണങ്ങൾ അവർ സമ്പാദിക്കുന്നുവെങ്കിൽ അതെല്ലാം ഈ ദേവനിൽ പോയി തങ്ങി നിൽക്കും. ഈ തങ്ങി നിൽക്കുന്ന ദേവൻ അത് പിടിച്ചെടുക്കും. അത് മനസ്സിലായില്ല എന്നറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല, നിങ്ങൾക്കിത് മനസ്സിലാകണം. ഇത് പിടിച്ചെടുത്തിട്ട് ഈ ഗുണങ്ങൾ അത്രയും ഒഴിച്ചിട്ട് ഈ പൃഥുവിനെ ഈ വീട്ടുകാരുടെ കർമ്മരാശി കൊണ്ടുപോയി നിർത്തിക്കൊടുക്കും.
നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇത് ചെറിയ കാര്യമായി നിങ്ങൾ ധരിക്കരുത്. അവസാനം ആ വീട്ടുകാരുടെ ബുദ്ധിയും കഴിവും പ്രാപ്തിയുമെല്ലാം മാറിയിട്ട് തികച്ചും ആ വീടിനെ കുളം തോന്നും. ഇതിങ്ങനെ എൻ്റെ അടുത്ത് വന്ന വീട്ടുകാർ പകുതിയിലധികം പേർക്കും പറ്റിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത് ഗുരുവാണിയാണ് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് വായിക്കാം. ഞാൻ ആരാധിച്ചിട്ടുള്ള മറ്റിലോട്ട് ഭഗവതി എന്നെ എന്ത് ചെയ്യാം, എൻ്റെ കഴിവുകൾ മുഴുവൻ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ സാറിന് അമ്മ ഗുരുവിന്റെ അടുത്ത് കൂടെ എല്ലാം പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇത് ആര് കൊണ്ടുപോയിട്ടുണ്ടാവും? നമ്മൾ ഈ അമ്മ കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള സകലം. അതാണ് എൻ്റെ അമ്മയോടും ഗുരു പറഞ്ഞു. നിങ്ങളുടെ കുടുംബക്ഷേത്രം അത് വലിച്ചു കഴിഞ്ഞു. മുണ്ടൂർ പാലക്കിഴി ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന മുണ്ടൂർ കുമ്മാട്ടി നടക്കുന്ന ക്ഷേത്രമാണ്, അതിന്റെ അധിപന്മാരാണ്. മൊത്തം അത് വലിച്ചെടുക്കും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? ഒന്നിനും കൊള്ളാതെ ഈ രാശിയുടെ ഏതെങ്കിലും ഒരു ധ്രുവത്തെ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മുടെ രാശിയിൽ ഇത് ജനിക്കത്തക്ക വിധത്തിൽ കൊണ്ടു നിർത്തി അതിന് രക്ഷപ്പെട്ടു. ഞാനായാലും അതിനെ ചെയ്യുള്ളൂ അല്ലെ, രാജേട്ടനായാലും ഞാനായാലും എനിക്ക് വേണ്ട പൈസകൾ ഞാൻ ധർമ്മത്തിൽ എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടാണ്ട് ഞാൻ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യും? അയാളെ നന്നാവുകയില്ല ഞാൻ നോക്കൂ? ഇല്ല. ഇത് ദേവനും അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആരാധിച്ച അതിനേക്കാൾ താഴെയുള്ളതും. ഞാനത് ഗുരുവാണി നിങ്ങൾ വായിച്ചു നോക്കുക. ഇങ്ങനെയുള്ളവർ അവരുടെ വാസനപരമായ കർമ്മം, ജീവിത സ്റ്റൈൽ ആശ്രമത്തിലും ഒന്ന് കാണിക്കും. ഇത് കണ്ടിട്ട് ഞാനോ രാജേട്ടൻ ആശ്രമത്തിൽ പോകാതെ അല്ലെ, നമ്മൾ കോഴിക്കോട്ടത്തിലെ ആൾക്കാർക്ക് വരുമ്പോൾ നമ്മളോട് അങ്ങനെയാണ്. അപ്പൊ ഇത് അവരിൽ ആരാധിച്ച വകയുടെ അല്ലെങ്കിൽ അവരുടെ ഗോത്രത്തിന്റെ ജീവിത ശൈലി കൊണ്ട് ഈ ആരാധനാമൂർത്തി ഉണ്ടാക്കിയ ജീവിത ശൈലി. അതുകൊണ്ട് കോഴിക്കോട് ഒരു ഓട്ടോറിക്ഷയിൽ പോയി കയറിയാൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? അല്ല, കോഴിക്കോട്ടുകാർക്ക് പേരെന്താ? അവരുടെ ജീവിത ശൈലി കൊണ്ട് ഓട്ടോറിക്ഷക്കാർക്ക് ഒരു പേരുണ്ട് അല്ലേ, സത്യസന്ധ. ആ സമയം കോയമ്പത്തൂർ പോയി കയറിയാലോ നിങ്ങൾ 3 പ്രാവശ്യം ഉക്കണം സ്റ്റേഷൻ കാണുന്നതാണ്. എന്താ കാരണം? അവരുടെ ആരാധനാമൂർത്തിയുടെ വാസന, ആ ഗോത്രത്തിന്റെ വാസന അങ്ങനെയാണ്. ഇത് എനിക്ക് ലോകമായി വരും. അതാണ് ഗുരു പറഞ്ഞത്. ഇവരുടെ ഈ ഗതികേടിൽ നിൽക്കുന്ന രാശിയിൽ ഞാൻ ജനിച്ചാൽ തീർച്ചയായും ഈ രാശിയുടെ കർമ്മഗതി പിടിച്ച രോഗം എന്നെ വന്ന്. അതാണ് മിക്ക അമ്മമാരും മുട്ട് തേയ്മാനം, കൈ പൊക്കാൻ പറ്റുന്നില്ല, ഇതുപോലത്തെ പ്രശ്നങ്ങളുമായി നമ്മുടെ ഗുരുവിന്റെ മുന്നിൽ വരികയാണ്. എന്നാൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഒരു സത്സംഗം കൊടുത്തുമില്ല. ഞാൻ അതിലേക്ക് വരുന്നേ, കാരണം അത് നമുക്ക് ഈ പ്രാർത്ഥനയുമായി വരുമ്പോഴാണ് പഞ്ചകോശങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ അവിടെ നമ്മൾക്ക് ഉണ്ടാവുന്ന പല രോഗങ്ങളും രോഗങ്ങളല്ല എന്നാണ് ഗുരു പറഞ്ഞത്. അത് എവിടെ നിന്ന് വരുന്നതാ? ഇതുപോലെ ആരാധിച്ചവ നമുക്ക് തരുന്ന പ്രശ്നങ്ങളാണ്. അത് പ്രാർത്ഥന കൊണ്ട് മാറും. അതിലേക്ക് ഉദാഹരണമാണ് സാറിന്റെ കാര്യം. ശിശുഭൂത എന്നോട് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം പറഞ്ഞ് ഡോക്ടർ തരകൻ, നിങ്ങൾക്കറിയാം, ഡയറക്ടർ ഓഫ് ശ്രീധരുടെ അയാളുടെ വീട് ഞാൻ ചെയ്തുകൊണ്ട് പാലക്കാട് എനിക്ക് അയാളുടെ നല്ല പരിചയം. അപ്പൊ സാറിന്റെ ഒരു പ്രശ്നം ഒന്ന് ശിശുഭൂത എന്നെ തന്നിട്ട് പറഞ്ഞു, ഇത് സാറിന്റെ കാര്യം ഞാൻ ഡോക്ടറോടും ചോദിക്കും. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഒന്ന് പറഞ്ഞപ്പോൾ ജന്യൂർ ആവുന്നില്ല, ചെറിയൊരു ഓപ്പറേഷൻ മതിയാണ്. അത് വേറൊരു കാരണം കൊണ്ടുണ്ടാവുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരുടെയും രോഗങ്ങൾ, വിഷമങ്ങൾ, വീട്ടിലെ കടങ്ങൾ. ഇപ്പൊ ഞാനൊരു കഴിഞ്ഞ ഞായറാഴ്ചയോടെ എനിക്ക് ഓർമ്മയില്ല, ഏതൊരു ദിവസം ഒരു കുടുംബത്തിന്റെ ഒരു പ്രശ്നം ഏകദേശം അടിച്ച് പിരിഞ്ഞ് കോടതിയിലൊക്കെ ക്രമത്തിലുണ്ടല്ലോ, അവിടേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഏകദേശം രാത്രി ഒരു 10-10:15 വരെ സംസാരിച്ച് വരുമ്പോൾ നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, ഒരു പിണ്ണാക്കില്ല. ഞാൻ വിചാരിച്ചൊരു അറ്റ്ലീസ്റ്റ് ഒരു തക്കാളിയെങ്കിലും അവിടെ നിന്ന് വിട്ടുപോയില്ല, അവർക്കൂടാണ് ഒന്നുമില്ല. പക്ഷെ അവരെന്തുകൊണ്ട് അകലുന്നു? ആ ഗോത്രത്തിന്റെ അവരുടെ 2 പേരുടെ ആരാധനയെ കർമ്മത്തിന്റെ ഗതികേട് ആ ഭാര്യയെയും ഭർത്താവിനെയും വളരെ രീതിയിൽ അകറ്റിയിരിക്കും. അതനുഭവിക്കുന്ന ആ കുട്ടി
ഇവിടെയാണ് സർവസ്വമായ നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ചത്. പ്രാർത്ഥന കൊണ്ട് കൃത്യമായ ചര്യയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കും. എന്തും ഏതും നമുക്ക് പൊട്ടിച്ചെടുക്കാം. അത് ഏതും ആയിക്കോട്ടെ. ഞാൻ പറയണത്, നിങ്ങൾ ഇനിയിപ്പോൾ ഈ ലോകത്തെ ഏറ്റവും പ്രശ്നമുള്ള എന്തും ആയിക്കോട്ടെ, അത് നമുക്ക് തീർക്കാമെന്ന് ഗുരു തന്ന വാഗ്ദാനമാണ്. അത് ഈ കാലങ്ങൾക്ക് മുമ്പുണ്ടായ ആരാധനാ കർമ്മത്തിന്റെ ഗതികേടാണ്. ഇവിടെ എല്ലാവരും വീണു പോയിരിക്കട്ടെ. യേശു ആയിക്കോട്ടെ, നബി ആയിക്കോട്ടെ, ഇതിനു പോകുന്ന ശ്രീശവർമാത്മാവ് ആയിക്കോട്ടെ, അതിനു മുമ്പ് വന്നിട്ടുള്ള യാജ്ഞവൽക്കനായിക്കോട്ടെ, അതിനു മുമ്പ് ജനക മഹാരാജാവായിക്കോട്ടെ, ഉദാഹരൻ, ഇങ്ങനെ പറയുന്ന നമ്മുടെ നമ്മൾ അറിഞ്ഞോ അറിയാത്ത അനേക ഗുരുക്കന്മാരുണ്ട്. ഇവരെല്ലാവരുടെയും മരണങ്ങൾ എടുത്തു നോക്കും, അല്ലെങ്കിൽ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള ആരാധന കർമ്മത്തിന്റെ ഗതികേട്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നിങ്ങൾ ഗോത്രം നോക്കിയേ പെണ്ണെടുക്കാവൂ. അവിടെ ആ ജീവന്റെ ഗതിവിധികൾ അറിഞ്ഞു വേണം നിങ്ങൾ വിവാഹം കഴിക്കാൻ. നമ്മൾ നോക്കുന്ന എന്താ? ഗോത്രമാണോ നോക്കുക? വെളുപ്പുണ്ടോ? സ്വത്ത് എത്ര കിട്ടും? 101 പവൻ ഇങ്ങോട്ട് കിട്ടുമോ? അങ്ങോട്ട് എത്ര കിട്ടും? അവരെ പെൺകുട്ടികളും അതാ പറയണം, അവന് എത്ര ശമ്പളമുണ്ട്, അവന്റെ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് വരെ ചോദിക്കുന്നു. ഇപ്പോൾ ഇതൊന്നും അല്ല ഗുരുവിന്റെ മുന്നിൽ. ഗുരുവിന്റെ മുന്നിൽ ഗുരു പറയുന്നത് ഈ കർമ്മഗതികൾ എന്ന് വെച്ചാൽ, ഇന്നലെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ, ഈ 5 കോശങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ പൊട്ടിച്ച് ഈ ജീവൻ എങ്ങനെ പുറത്തു പോകും? അല്ലെ? 5 കോശങ്ങൾ ഏതൊക്കെയാ? അന്നമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനം. പിന്നെ ബുദ്ധിയെ വരുന്നുണ്ട്, വിജ്ഞാനം. എന്നിട്ടേ മറ്റേത് വരാവൂ, അല്ലേ? ജ്ഞാനം വരാവൂ. ജ്ഞാനം കഴിഞ്ഞാലേ പൂർണ്ണതയെത്തുള്ളൂ, ആനന്ദത്തിൽ എത്തുള്ളൂ. ഇത് 5 ഉണ്ട് നമുക്ക്. നമ്മൾ ഗുരുവിനെ കാണുമ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ 5 കാര്യങ്ങൾ നമ്മൾ ഗുരുവിനെ കാണാൻ മുമ്പ് കാണാൻ പറ്റും. എൻ്റെ അന്നമയ കോശത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇപ്പം എൻ്റെ യൂട്രസിൽ പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ വയറ്റിലൊരു പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ഹാർട്ടിലൊരു പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ തലയിലൊരു പ്രശ്നം, എൻ്റെ അന്നമയ കോശത്തിലാണ് ആ പ്രശ്നം വന്നത്. അന്നമയ കോശത്തിലാണ് ജീവൻ നിൽക്കുന്നത്. അതിൻ്റെ കുറവ് കാരണം എന്തോ പ്രശ്നം വന്നു. അപ്പോൾ എൻ്റെ ഈ പ്രാണമയ കോശത്തിൻ്റെ ആ ധർമ്മം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ അറിവ് കൊണ്ട് ചിന്തിച്ചിട്ട് ഞാൻ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. അവിടെ എത്തുമ്പോൾ എൻ്റെ വിജ്ഞാനമയത്തിന്റെ അറിവ് കൊണ്ട് ഞാൻ ഗുരുവിന്റെ മുന്നിൽ എത്തുമ്പോൾ അവിടെ ആനന്ദമുള്ളൂ. പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ എഴുതി കൊണ്ടുപോയതൊക്കെ വേസ്റ്റാണ്. അല്ലെ? ഗുരുവിന്റെ മുന്നിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? 100 പ്രാവശ്യം ഗുരു പിടി ചോദിക്കും, എന്തരാ നമ്മളൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ എഴുതിയിട്ട്, ഞാനൊക്കെ ഒരു ബുക്കിലൊക്കെ എഴുതിക്കൊണ്ടുപോകും, കാരണം മറക്കാനുള്ള സൗകര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ പോകാം. പക്ഷെ അവിടെ എൻ്റെ ജീവൻ ഇതിൻ്റെ എല്ലാം കടന്നു നിന്ന് പ്രവർത്തിക്കുന്ന 5 കോശങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നിശബ്ദനാണ്. ആ അറിവിന്റെ വശം കിട്ടത്തക്ക വിധത്തിലാണ് ഗുരു പറഞ്ഞത്, എടാ, നിങ്ങളുടെ ജീവിതചര്യ കൊണ്ടുവരുന്ന രോഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തിയായി പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതചര്യ, ഇവിടുത്തെ ജീവിതചര്യ പറഞ്ഞ രാജേഷിന്റെ ജീവിതചര്യ പോലെയാണ്. ഞാൻ പറയുന്നില്ല, എന്താ രാജേഷ് അത് പറയണം? എന്താ? നല്ല ചെലവുള്ള കാര്യമാണ്. 10 അല്ലേ? ലൈനൊക്കെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം ആ ജീവിതചര്യ. അപ്പൊ അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തിന് അന്നമയ കോശത്തെ ബാധിക്കുന്നു. ഇതേ തന്നെയാണ് ഞാൻ ആരാധിച്ചവ എനിക്കെന്താ തരുന്നത്? മീനും ഇറച്ചി. ഇവിടെ മിനിഞ്ഞാന്ന് ഇവിടെ ഒരു വർഷം കഴിഞ്ഞ ഒരാളിവിടെ വരികയാണ്. അവരുടെ വീട്ടിൽ അർജന്റീനയിൽ പോകണം. 5 മണിക്ക് ആരാധനയ്ക്ക് നിൽക്കാൻ സമയമില്ല. എന്താ കാരണം? ഒരു വീട്ടിലെ അടച്ചു പൂജ അല്ലേ? എന്താണ് അടച്ചു പൂജ പറഞ്ഞ തന്നെയാണ്. പക്ഷെ അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതുപോലത്തെ ജീവിതചര്യ കൊണ്ട് എനിക്ക് മന്ദബുദ്ധി വരും. കാരണം ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ദേവനോ, ഇത് ദേവന്റെ താഴെ നിൽക്കുന്ന ദുർദേവതകളോ ജീവിതചര്യ അതിലാണ്. അപ്പൊ ഞാൻ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടുമോ? എനിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചാൽ അത് ശരിയായി വരികയും ചെയ്യും. ഇവിടെയാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ്? ഇങ്ങനെയുള്ള രോഗങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ നിങ്ങൾ ശക്തിയായി ആരാധന കർമ്മത്തിൽ സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് പഠിക്കണം. ആരോ പറഞ്ഞു, ഇവിടെ ഇന്നലെ ചോദിച്ച ചോദ്യമാണ്,
പ്രാർത്ഥിക്കുമ്പോൾ എങ്ങോട്ടോ തിരിഞ്ഞിരിക്കണം എന്ന് ചോദിച്ചു. ഇത് എവിടുന്ന പഠിച്ചത് എനിക്കറിയില്ല. എവിടേക്ക് നോക്കിയിട്ടായിരുന്നു പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ പറഞ്ഞു ഗുരു ഇല്ലാത്ത സ്ഥലത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചോളാം. ഞാൻ അവരോട് പറഞ്ഞു ഗുരു ഇല്ലാത്ത സ്ഥലം ഏതാ? എവിടെയില്ല, ആകെ നിങ്ങളുടെ ഉള്ളിലേ ഇല്ലാത്തത്. ബാക്കി എല്ലാവിടെയും ഗുരു നിറഞ്ഞു നിൽക്ക് അല്ലേ? ഞാൻ പറഞ്ഞു ദിശ ഒന്നും കാര്യമില്ല. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ ഇത് രണ്ടും അല്ലാത്ത സ്ഥലത്തേക്കൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രതിഷ്ഠയുണ്ടെങ്കിൽ അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ഒരു ചന്ദനത്തിന് കൊളുത്തി വെച്ചിട്ടുണ്ടോ അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. എന്തിനാണ്? ഒരു ഏകീകൃത സ്വഭാവം കിട്ടാൻ വേണ്ടിയാണ്. അത് തെക്കോ വടക്കോ പടിഞ്ഞാറോ നോക്കി കാര്യമില്ല. അപ്പൊ ചില വീടുകളിൽ നമ്മൾ പോകുന്നു. ഇപ്പൊ നമ്മൾ വ്യാഴാഴ്ച പ്രാർത്ഥനയാണ്, ചില വീടുകളിൽ പോകുന്നു. അവിടെ ഒറ്റ റൂമേ ഉണ്ടാവുള്ളൂ. അവിടെ കിഴക്കാതെ പടിഞ്ഞാറോ നോക്കാൻ പറ്റുമോ? പറ്റുമോ? അതൊന്നും പറ്റില്ല. വിശജ്ഞാനം മന്ത്രി റൗണ്ടിലാണ് കിടക്കണം. ഇല്ല കിഴക്ക് പടിഞ്ഞാറ് എങ്ങനെ നോക്കി നിങ്ങൾ അല്ലേ? സഹകരണത്തിന് വൃത്താകൃതിയിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് ഗുരുവിനെ പ്രാർത്ഥിക്കാൻ ഒരു ദിശയും നമ്മൾ നോക്കണ്ട. എവിടെയായാലും ശക്തിയായി പ്രാർത്ഥന കൊണ്ട് ജീവനെ ഉയർത്തിയാലേ ഇതുപോലത്തെ ആരാധനാ ദോഷം കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള പ്രശ്നം നമുക്ക് ഒഴിവാവുള്ളൂ. അതുകൊണ്ടാണ് ഗുരു കല്യാണത്തിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും അത് മനസ്സിലാവുന്നില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞു? സാറും വളരെ ബുദ്ധിമുട്ടില്ല. ഞാനത് പറഞ്ഞത് സാറിന് ഇവിടെ ഇരിക്കുന്ന പലവരും അവിടെ ഈ രണ്ട് സാധനം കയറി വരും. നമ്മുടെ വീട്ടിൽ നമ്മുടെ കല്യാണം നടക്കുന്ന സ്ഥലത്ത് കോഴിക്കോട് അതൊക്കെ അറിയാം. അങ്ങനെ ചെയ്യുമ്പോൾ ഗുരുവിന്റെ ധർമ്മത്തിൽ എന്തെങ്കിലും ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ രീതിയിലുള്ള ആരാധനാമൂർത്തികൾ അവിടെ വന്ന് നമുക്ക് പ്രശ്നമുണ്ടാകും. അത് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് നമ്മൾ ആരാധിച്ചതാണ്. അതാണ് നമ്മുടെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞ് നമുക്കിട്ട് തന്ന പണി. നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബക്ഷേത്രമുണ്ട്. ഞാൻ എല്ലാ വീട്ടിലും വന്നപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഓരോ കുടുംബക്ഷേത്രമുണ്ട്. ഞാൻ പോകാറില്ല, അതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ രാജേട്ടൻ അമേരിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്, അച്ഛനമ്മയും ഇന്ത്യയിലാണ്. ഇല്ല എന്ന് പറയാൻ പറ്റും. അമേരിക്കയിലാണ് സെറ്റിലായി, സമ്മതിച്ചു, നമ്മൾ സെറ്റിലായി. പക്ഷേ എന്തില്ലാതായിട്ടില്ല, അച്ഛനമ്മയും ഉണ്ട്, അവരുടെ DNA നമ്മുടെ കൂടെ ഉണ്ട്. എന്നാ പോലെ ഞാൻ ആരാധിച്ചിട്ടുള്ള സാധനം ഞാൻ എൻ്റെ അച്ഛനും അമ്മയുടെ മാർക്സിസ്റ്റ് പാർട്ടി അത് ഞങ്ങളും ചെയ്തില്ല കൊണ്ട് കാര്യമില്ല. ഇതിന്റെ ജീവിതചര്യ കൊണ്ടുവന്നിട്ടുള്ള കർമ്മഗതി എവിടെ കിടക്കുന്നുണ്ട്? നിങ്ങൾ അഖണ്ഡനാമം ജയിക്കുമ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റും. തിരിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആരാ വന്നിരിക്കുന്നത് കൃത്യം മനസ്സിലാവും. എന്താ കാരണം? അവന്റെ ആരാധനയുടെ ആ ജീവിതശൈലിയുടെ ശബ്ദം അഖണ്ഡനാമത്തിൽ കേൾക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഗുരു പറയും, എടാ അവൻ വന്നോടാതിരിക്കും. എന്താ കാരണം? ആ ശബ്ദം ഗുരുവിനാണ്. ചില ജില്ലക്കാർ പ്രാർത്ഥനയ്ക്ക് വന്നാൽ എനിക്ക് പോലും അറിയും. അത് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ കോഴിക്കോടുകാർ പ്രാർത്ഥിക്കുന്ന രീതിയല്ല കണ്ണൂരുകാർ പ്രാർത്ഥിക്കും അല്ലേ? നമ്മുടെ സൽപ്രിയനോട് ചോദിച്ചാലേ രാവിലത്തെ കരുണാചാര്യ ചൊല്ലുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് കഷ്ടമാണ്. വടക്കൻ തെറ്റല്ല, അത് ഒരു സ്റ്റൈലാണ്. അതൊരു ഒരു സംസ്കാരത്തിന്റെ ഭാഗയിൽ കുറച്ച് ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അത് ഓരോ ജില്ലയിലും അങ്ങനെയുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ഇതെല്ലാം നമ്മുടെ ജീവിത ശൈലി കൊണ്ട് വന്നിട്ടുള്ള ജീവന്റെ വാസനയാണ്. അതിനെ നല്ല രീതിയിൽ ഗുരുവിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള അറിവ് നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ കടന്നുപോയി. അതുകൊണ്ടാണ് ഒരു ഡോക്ടറായിട്ട് പോലും ചില ആൾക്കാര് ബോംബ് പൊട്ടിക്കാൻ തുടങ്ങുന്നത് അല്ലേ? MBBS MD കഴിഞ്ഞിട്ട് പോലും ആ അറിവിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുന്നു. ഇത് അവരുടെ ആ ആരാധനാ കർമ്മത്തിന്റെ ഗതികേട് അവരെ ബാധിക്കും. അല്ലാതെ ഒരു പിണ്ണാക്കൂല. ഒരു ജന്മം കിട്ടുക എന്ന് പറയുന്നത് എത്ര കാലത്തിന്റെ ദൈർഘ്യമാണെന്ന് ഇവർ പറഞ്ഞു തരുന്നു. അതൊരു കണമായിട്ട് ഭൂമിയിൽ പൗർണമിക്ക് ഒന്ന് വീണിട്ട് അതിന്റെ കർമ്മഗതിയിൽ പരിണാമിച്ച് ഒരു മനുഷ്യജന്മം കിട്ടുമ്പോഴേക്കും ശത്രുഘങ്ങൾ വരും. ആ കിട്ടിയ ജന്മമാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കളയരുതെന്നാണ് ഇവർ പറയാം. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും.
അപ്പൊ നമ്മള് എന്തിനെ എൻ്റെ അച്ഛനും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ആരാധിച്ചിട്ടുണ്ടോ അതിന്റെ വാസനാപരമായ കർമ്മം എന്നിൽ നിഷിദ്ധമാണ്. അത് മന്ദരസ്വാമിക്കുണ്ട്, എല്ലാവർക്കും. അതിനെ പ്രാർത്ഥന കൊണ്ട് ആ സമയങ്ങളിൽ നമുക്ക് വരുന്ന ഈ വാസനപരമായ കർമ്മത്തിലൂടെ എൻ്റെ അന്നമയ കോശത്തിൽ വരുന്ന രോഗങ്ങൾ ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് അതിനെ മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും വീണ്ടും ഈ രോഗം വന്നു വരും. പലപ്പോഴും ഈ രോഗം തിരിച്ചും മറിച്ചും വരും. ഞങ്ങളെ ഇവിടെ നമ്മുടെ സന്യാസ സംഘത്തിലെ മിക്ക ജന്യമാരുടെയും അനുഭവം പറയുമ്പോൾ അങ്ങനെയാണ്. സുഖദായനിലേക്ക് അത് വളരെ വിശുദ്ധമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സുഖദായനിയുടെ മരണം മുന്നിൽ കാണുക. അവരൊരു ക്രിസ്ത്യൻ സഭയിലെ ആൾക്കാരാണ്. അവർ പള്ളിയിൽ എവിടെ പ്രാർത്ഥിച്ചിട്ടും ആ രോഗത്തിന് യാതൊരു മാറ്റവും മധുര വരെ പോയിട്ട് ജന്യ വീണ്ടത്തിനിടയ്ക്ക് പറഞ്ഞില്ല. അപ്പോഴാണ് ഒരാളുടെ അറിവ് വെച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അറിഞ്ഞു വെച്ചിട്ടാണ് ഇവിടെ വരുന്നത്, ഗുരുവിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഗുരു ചോദിക്കുന്നത് എന്താ? മോളുടെ സമയം മോശമാണ്, അച്ഛൻ ഇന്ന് പോണ്ട, മകളുടെ ജീവന് വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ആരോടാ പറയുന്നത്? യേശുവിനെ നെഞ്ചോട് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനോടാണെന്ന് പറയും. ആ അച്ഛൻ ഗുരുവാക്ക് അനുസരിക്കുക. അന്ന് രാത്രി അവിടെ എന്താ ഉണ്ടായതെന്ന് സുഭദാനി വളരെ വിശുദ്ധമായി ആ അനുഭവത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വീട്ടിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ. പിറ്റേ ദിവസം രാവിലെ ഈ അച്ഛൻ ഭസ്മമായി ആ വീട്ടിലെത്തുമ്പോൾ, തിരിച്ച് വീട്ടിലെ കട്ടപ്പനയിലെത്തുമ്പോൾ ആ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം വിറച്ചുപോയി. എന്തുകൊണ്ടാണ്? അതൊരു രോഗമല്ല എന്നാണ് ഗുരു. അത് നിങ്ങളുടെ ജീവിതചര്യ കൊണ്ട് വന്നിട്ടുള്ള ഈ രീതിയിലുള്ള ജീവന്റെ കർമ്മശാല ചികിത്സിക്കാൻ ആൾ പോകും. അത് ചികിത്സിക്കല്ല വേണ്ട, അത് പ്രാർത്ഥിക്കല്ല. അതാണ് ഈ കുട്ടികളിലും നമ്മളിലൊക്കെ വരുന്ന പല രോഗങ്ങൾ. ഇപ്പൊ എനിക്ക് നടുവേദന വന്നു, എൻ്റെ 5, 6, 7 കസേരയൊക്കെ ഇളകി പോയിരിക്കണമെന്നാവും. MRI സ്കാനിലും എന്തൊക്കെ സ്കാനിങ് ഒക്കെ എടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണം. എൻ്റെ അടുത്ത് നമ്മുടെ ഭാനുപ്രകാശ് സ്വാമിയും നമ്മുടെ ജയറാം ഡോക്ടറൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി ശിഷ്യപ്പെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുപോയി. എന്നെ പറയാത്ത ഒന്നും ഓടാറുന്നത് എന്നിട്ട് എന്താ പറഞ്ഞ്, നീ പോയിട്ട് 2-3 പ്രാവശ്യം വയറിളക്കും അല്ലേ? ഒരു വായുവിന്റെ ഇതാ. ഇത് എവിടെ നിന്ന് കിട്ടിയതാ എനിക്ക്? ഇപ്പൊ എൻ്റെ അമ്മയുടെ മുണ്ടൂർ എന്താ പറയാ പാലക്കഴി ഭഗവതിന്റെ ആ വായുവിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഏതോ ആയിരിക്കാം. പക്ഷെ അത് എൻ്റെ അന്നമയ കോശത്തിൽ ജീവനായി വന്നിട്ടുള്ള ഗതികേടിൽ എൻ്റെ നട്ടലിനെ വളർത്തിയിരിക്കുകയാണ്. ഞാൻ അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ ഒരു ചുക്കും കാണാൻ പറ്റില്ല ഡോക്ടർ. അപ്പൊ ഞാൻ കിടപ്പിലായി. ആളും ചിലപ്പോൾ ഗുഡ് ബൈ പ്രശ്നം കഴിയും. ഒരു കാർഡ് വെട്ട അല്ലെ, ഒരു ആധാർ കാർഡ് ഇട്ടും. പക്ഷെ അവിടെയാണ് നമ്മുടെ ദൈവം നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പലരെയും. അതായത് പ്രാർത്ഥനയിലേക്ക് അത് വളരെ വിശദമായി അന്നത്തെ സത്സംഗത്തിൽ കൂടെ പറഞ്ഞിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരും അങ്ങനെ ഓരോ ആൾക്കാരുടെയും വിഷമം കൊണ്ട് എണീക്കില്ല എന്ന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് കൊടുത്ത നമ്മുടെ ഇവിടെ കണ്ണൂരിലെ ആളുണ്ട്. അവരിന്ന് കോഴിക്കോട് സുഖമായി ജീവിക്കും, കല്യാണം കഴിയും. ഇതെല്ലാം രോഗമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഗുരു പറഞ്ഞത് രോഗമല്ല, ഇത് രോഗമായിട്ടല്ല നിങ്ങൾക്ക് വന്നത്. ഇത് നിങ്ങളുടെ ജീവിതചര്യ കൊണ്ട് നിങ്ങളുടെ ദേഹത്ത് വന്നിട്ടുള്ള കുഴപ്പങ്ങൾ. ഇത് നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് വീട്ടിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. ഒരു രോഗം ഉണ്ടാകും. അപ്പോൾ അവരുടെ എടുക്കുവാൻ ഞാൻ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഒന്നിച്ച് പ്രാർത്ഥിക്കും. അത് പറയുമ്പോൾ മാത്രം സ്വാമിയുടെ ഗ്രന്ഥം അടിച്ചു ഇത് നോട്ട്ബുക്ക്. അത് നടക്കും. അത് നടന്ന വീടുകളിലൊക്കെ ഇപ്പോൾ ഒന്ന് പറയാൻ തുടങ്ങി. സ്വാമിയെ രക്ഷപ്പെട്ടു. 80 പോയിട്ട് പോയി 20 പറഞ്ഞു. 80 എത്രയും എന്താ കടം? ഞാൻ പറഞ്ഞു 80 20 കടം. ഇന്നലെ എന്നോട് പറഞ്ഞു നീ 20 കൂടി ഇന്ന് തീർന്നു. ഞാൻ പറഞ്ഞു ഒന്നിച്ച് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഞാൻ അത്രേ പറയുന്നത്. ആ പറ്റുന്ന സമയത്ത് പിന്നെ കയറി എവിടെത്തും? നിർമ്മാലയത്തിലെത്തിക്കും. ഉറപ്പാണ്. പ്രാർത്ഥിക്കും. ഇത് അനുഭവസ്ഥൻ ഇവിടെ ഇരിക്കും, ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതുപോലത്തെ ഞാനിപ്പോ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് മാത്രം ഞാനിപ്പോ പറഞ്ഞു. കാരണം 3 തരം രോഗമാണെന്ന് ഗുരു പറഞ്ഞു. ഒന്ന് നിങ്ങളുടെ 7 തലമുറ DNA വരുന്നത്. ഒന്ന് നിങ്ങളുടെ ജീവിത ശൈലി കൊണ്ട്, അതാണ് ജാതി.
ജാതി കൊണ്ടുവരുന്ന രോഗങ്ങളാണ്. നിങ്ങൾ ജാതിയിൽ വിശ്വസിച്ചോ, കുടുങ്ങി. മന്ദബുദ്ധി നിങ്ങളുടെ കൂടെ കയറി വരും. അമ്മയെ തല്ലുന്നവൻ നിങ്ങളുടെ വീട്ടിൽ ജനിക്കും, ഉറപ്പാണ്. ജാതിയിൽ വിശ്വസിച്ച് അച്ഛനും അമ്മയും തല്ലുവൻ. നിങ്ങൾ ഈ പത്രത്തിൽ കാണുന്ന പല അടിയും പിടിയും നിങ്ങൾ പഠിച്ചു നോക്കിയോ, ഇതിന്റെ പിന്നിൽ ഇത് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നിങ്ങൾ അതിൽ കുടുങ്ങിയാൽ നിങ്ങൾ രക്ഷപ്പെടില്ല. അതിൽ കുടുങ്ങി നിങ്ങൾ പെട്ടുകിടന്നാൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ നിങ്ങളോട് ഇതിൽ ലാസ്റ്റ് പറയുന്ന ആ ഗുരുവാണി അവസാനിക്കുന്ന അവിടെ, ഞാൻ വിഷമിക്കുന്ന എന്നെ എത്രയോ ഗുരുപൂജ ചെയ്ത് കൊടുത്തവർ പോലും എന്നെ ഇട്ടുപോയി, എൻ്റെ അടുത്ത് നിന്നവർ പോലും എന്നെ ഇട്ടിട്ടു പോയി. അതിൻ്റെ കാരണമാണ് ഗുരു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ വരുന്ന രോഗങ്ങളെ മാറ്റണമെങ്കിൽ വീട്ടിൽ ശക്തിയായ ഒരു പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കണം. അത് പ്രത്യേകിച്ച് രോഗം വരുമ്പോൾ കഠിനമായ പ്രാർത്ഥന വേണം. അത് 2-3 പ്രാവശ്യം എന്ന് ഞാൻ പറയില്ല. പ്രാർത്ഥന ഇല്ലാത്ത സമയം ഉണ്ടാവരുത് നിങ്ങളുടെ വീട്ടിൽ. ആ സമയങ്ങളിൽ കഠിനമായ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്നതോടുകൂടി നമ്മുടെ ഏത് രോഗങ്ങളും നമ്മൾ മാറിക്കും. പല രീതിയിൽ ഇവിടെ ഒരാൾ തൈറോയിഡിന്റെ പ്രശ്നം വന്ന് എന്നോടൊന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്ന് പ്രാർത്ഥിക്കും. എനിക്കറിയുന്ന ഏക ആയുധം എന്താണ്? ഗുരുവിനെ മുറുക്കം പിടിച്ചോളാ, പ്രാർത്ഥിച്ചോളാം. നേരെ തിരുവനന്തപുരം പോവാ, ശിശുപതിയെ കാണാം, അതിന്റെ വഴികൾ ചോദിക്കുക. ചിലപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല എന്ന് പറയും. സാരില്ല, 2-3 പ്രാവശ്യം പോവാ, അപ്പൊ കൃത്യമായ മറുപടി കിട്ടും. അതിന് നിങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. കോഴിക്കോടുകാർക്കൊക്കെ പോകേണ്ടതാണ് അല്ലേ? സമയമായി. 2:30 നിർത്തണം. അപ്പോ ജാതിയിൽ വിശ്വസിക്കുന്നവൻ കുടുങ്ങി. ഇത്രയെങ്കിലും നിങ്ങളോട് പറയാനും. അവന് ഗോത്ര രോഗം നിങ്ങളുടെ മക്കളൊക്കെ വരും. കള്ളുകൂടി അവൻ്റെ കൂടെ വരും. ഭാര്യയെ ചവിട്ടി പുറത്താക്കുന്ന അവൻ്റെ കൂടെ വരും. ഭാര്യയെ ചവിട്ടി പുറത്താക്കുന്നതുകൊണ്ട് അമ്മയും അച്ഛനെയും ചവിട്ടി പുറത്താക്കുന്നവൻ്റെ കൂടെ വരും. ദാരിദ്ര്യം, അവന് വലിയ സമ്പാദ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ കർമ്മത്തിൽ മുമ്പ് പറഞ്ഞ പോലെ അവന്റെ സത്തുക്കൾ മുഴുവൻ ആ ഗോത്ര ദൈവം എടുത്തിട്ട് അവനെ എന്ത് ചെയ്യും? ചണ്ടി പോലെ കളയും. അനിൽ അംബാനിയെ പോലെ. അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് ആര് വേണം? ഗുരുവിനെ മുറുക്കപ്പിടിക്കണം. അവിടെ ഓണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? ഓണം അതാണ്. നിങ്ങൾക്കറിയോ ഓണം എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്? അതൊരു ഗുരുപരമ്പരയെ വിട്ടതാണ്. ആരാണ് ഈ മഹാബലിയൊക്കെ അറിയോ നിങ്ങൾക്ക്? പ്രഹ്ലാദനെയൊക്കെ അറിയോ? ആരാ പ്രഹ്ലാദൻ? മഹാബലിയുടെ മുത്തച്ഛനാണ്. അറിയില്ലേ? ഞാൻ ഇവിടെ എവിടെയോ കുറിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. അത് എവിടെ കിടക്കുന്നുണ്ടോ? അവിടെ തന്നെ ആവും. ഹിരണ്യകശിപുവിനെ അറിയോ നിങ്ങൾക്ക്? അറിയും. അദ്ദേഹത്തിന്റെ മകനാരാ? പ്രഹ്ലാദൻ. പ്രഹ്ലാദന്റെ മകനാരാ? വിരോചൻ അല്ലെ? വിരോചന്റെ ഭാര്യ പേര് ദേവാനന്ദ. വിരോചന്റെ മകനാരാ? മഹാബലി. മഹാബലിയുടെ ഭാര്യയുടെ പേരെന്താ? വിദ്യാധരി അല്ലേ? അവർക്ക് ഒരു മകനുണ്ട്. ആരാ? ബാണാസുരൻ. ഇവിടം കൊണ്ട് ഒരു മതം മാറി. ഹിരണ്യകശിപു എന്ത് ചെയ്തു? ബുദ്ധമതത്തിലേക്ക് പതുക്കെ ചാടി. പ്രഹ്ലാദൻ തിരിച്ചു പിടിച്ചു. ആരെ? വിഷ്ണുമതത്തിലേക്കാണ്. ഇവര് തമ്മിൽ ഫൈറ്റാണത്. അല്ല നരസിംഹം വന്ന് കൊന്നൊന്നുമല്ല. അതൊക്കെ പൊട്ടത്തരം പറഞ്ഞില്ല. മഹാബലിനെ എന്ത് ചെയ്തു? അദ്ദേഹം ബുദ്ധമതം സൂക്ഷിച്ചു. അപ്പൊ എന്തോ ജാതിയും മതവും വരുമോ? മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. എനിക്ക് പറ്റുമോ? ഞാൻ എന്ത് ചെയ്തു? ആ രാജകുടുംബത്തിന്റെ ചില ചതിയിൽ അദ്ദേഹത്തിന് കൊന്നു. എന്നിട്ട് ആര് വന്നു എന്നാ പറഞ്ഞത്? ദൈവം വന്നു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, എടാ അത് ആഘോഷിക്കുന്നവരെ ദൈവം ശരിക്കും പറഞ്ഞു. ദൈവം ഒന്ന് ചവിട്ടിത്തട്ടു ആരെങ്കിലും? ദൈവത്തെ നമ്മൾ ചവിട്ടിത്തട്ടുന്ന കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. എന്ത് പൊട്ടത്തര നമ്മൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മക്കള് അച്ഛനെ ചവിട്ടിത്തട്ടും. ഓണം ഒഴിക്കുന്നതിന് എന്ത് സംഭവിക്കും? അവന്റെ മകൻ സ്വന്തം അച്ഛനെ ചവിട്ടിത്തട്ടും. ഉറപ്പാണ്. അങ്ങനെ ചെന്ന് വീട്. ദൈവം അങ്ങനത്തെ ആളൊന്നുമല്ല. ദൈവത്തിന് അങ്ങനെ ചെയ്ത ദൈവശാപം ഉറപ്പാണെന്ന ഗുരു. പിന്നെ എന്തിനാണ് ഗുരു അത് അവിടെ ചെയ്ത്? നിങ്ങളെപ്പോലുള്ളവരോട് ഓടിപ്പോവാതിരിക്കുക അല്ലേ? രാജാക്കന്മാർ എന്ത് ചെയ്യും? അന്ന് കണ്ണൂരിലേക്ക് ടിക്കറ്റ് എടുക്കും.
അന്നൊക്കെ ഇനി നമ്മൾ അവിടുന്ന് നേരെ ഇവിടെ ഒരു അമ്മയെ കാണണം, അമ്മയെ കാണണം, ഓണം എന്നൊക്കെ പറയും. ഇതിന്റെ അടിസ്ഥാനപരമായി കിടക്കുന്ന ഈ സത്യത്തെ നിങ്ങൾ ഹിരണ്യകശിപു തൊട്ട് പ്രഹ്ലാദൻ തൊട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കും. അവിടെ മനസ്സിലാവും എവിടെയൊക്കെ ഈ അബദ്ധം പറ്റിയത്, അദ്ദേഹം എന്തുകൊണ്ട് ബുദ്ധമതത്തിലേക്ക് മാറിയെന്നും അതിന്റെ ധർമ്മം എങ്ങനെ വന്നു, അതൊക്കെ പിന്നെ നമുക്ക് പഠിക്കാം. അത് നമ്മളിപ്പോൾ അതിലേക്ക് വിശദമായി നമുക്ക് നമ്മുടെ ഗുരുവിനെ മുറുക്കെ പിടിച്ച് മനസ്സിലാക്കാം. ഇതുപോലത്തെ തെറ്റായ ആചാര കർമ്മങ്ങളും തെറ്റായ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതുമായ കർമ്മത്തിനെല്ലാം നമ്മൾ രക്ഷപ്പെട്ടോ. കോഴിക്കോട് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടി എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, എന്താണ് പഠിക്കാതെ പേന സങ്കല്പിച്ച് വാങ്ങിയാൽ പാസ്സാവുമോ? ഞാനില്ല, പാസ്സാവും സാർ. ചോദിച്ചാൽ ആരാണ് തീർക്കട്ടെ. ഞാൻ അവിടെ സത്സംഗത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു. പനി പിടിച്ച് 104 ഡിഗ്രി ഇരിക്കുമ്പോൾ കുളിച്ചിട്ട് ബസ് മൂട്ട പരിമാറ് വെച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. അവിടെ പ്രായോഗിക തലമുറ പഠിക്കണം അല്ലേ, പഠിക്കണം. പക്ഷെ അവന്റെ ഗോത്രത്തിന്റെ ഗതികേട് അവന്റെ ബുദ്ധിയെ എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യനുണ്ട്, എനിക്കിപ്പോഴും അറിയാം, രമേശൻ എന്നാ പേര്. മിടുമിടുക്കനാണ്. SLC അവന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 600 515 520 ആണ്. പക്ഷെ അവൻ പ്ലസ് ടു പേപ്പറാണ് വാങ്ങിയത്. എന്താ കാരണം? അവന്റെ ഗോത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഹൈപ്പർ ടെൻഷനാണ്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബോധമൊക്കെ വരും. വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ 20 അരമണിക്കൂർ പോയിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ള അരമണിക്കൂറുള്ള അവൻ എഴുതും. ഇതുപോലത്തെ പല പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കാതെ നമ്മളെ സംരക്ഷിക്കുന്ന ആരാണ്? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗുരുവിൻ്റെ സങ്കല്പിച്ചിട്ട് എന്തുവാണ്, പേനയും ഭസ്മവും വാങ്ങി നമ്മൾ ദിവസവും ആ ഭസ്മം ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ എൻ്റെ ഗോത്രത്തിന്റെ ആരാധനാമൂർത്തികളുടെ ഒരു ഇൻഫ്ലുവൻസും എവിടെ വരരുത്, എനിക്ക് വരരുത്. ഇങ്ങനെ ഏത് കാര്യത്തിലും ഒന്നുകൂടി പറയൂ. ഗോത്രങ്ങളിൽ നല്ലതുണ്ടാവും, പക്ഷെ അവര് പറഞ്ഞ് നിങ്ങൾ കേൾക്കുമോ? ശങ്കരാചാര്യ ഗോത്രമുണ്ട്, സത്യമല്ലേ, കേട്ടില്ലേ? ശങ്കരാചാര്യ ഏതെങ്കിലും 4 മഠത്തിൽ താങ്കളെ കയറ്റുമോ? എന്താ കയറ്റാത്തത്? ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഗുരുവിന്റെ പർണശാലയുടെ ഇതിനു വേണ്ടി ഞാൻ പുരിയിൽ പോയി, എന്നെ ഉള്ളിൽ കയറ്റിയില്ല. ഞാൻ ബ്രാഹ്മണല്ല. 3 കൊണ്ടോ വെച്ചു, ഇല്ല അവിടെ നിന്നാ മതി. എന്നാൽ എല്ലാവർക്കും വേദം പഠിക്കാമെന്നും നമ്പൂരിന്ന് വേദമൊന്നും എന്നുമില്ല എന്ന് പറഞ്ഞ് ലോകത്തിന് ആദ്യം വിപ്ലവം ഉണ്ടാക്കിയ ആരാണ്? ശങ്കരാചാര്യ. അതുകൊണ്ടാണ് അമ്മേനെ ആര് കുഴിച്ചിടാൻ വന്നില്ല, അവരുടെ ഗോത്രത്തിലെ ആൾക്കാര് വരാതിരുന്നു. കാരണം അയാൾ വിപ്ലവകാരിയായിരുന്നു. ആ വിപ്ലവകാരിയുടെ ഗോത്രത്തിലാണ് എന്ത് കയറി വന്നിരിക്കുന്നത്? ശരിയാവും. ചാവല്ലേ വിട്ടുള്ളൂ. മാത്തുവാചാര്യന്റെ പരമ്പര എന്താ പറഞ്ഞു? നടക്കുവോ? വേണ്ട. ശ്രീനാരായണ ഗുരുവിന്റെ ഗോത്രം എടുക്കും. അവിടെ എന്തായി? ഒരു ജാതി പറയാം, ഞാൻ ഞങ്ങളുടെ ജാതി, നിങ്ങൾക്കൊരു ദൈവം, ഞങ്ങളുടെ ദൈവം മാത്രം ആക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ചട്ടമ്പി സ്വാമി അന്നേ പറഞ്ഞു ഇത് അപകടമാണ്, നീ പറഞ്ഞോട് തിരിയില്ല എന്നാണോ വീടുകൾ? തിരിഞ്ഞോ? ഇതാണ് ഗോത്രം തന്നെ. അതുകൊണ്ടാണ് ഗുരു വളരെ ശ്രദ്ധിക്കണം നമ്മുടെ പരമ്പരയിൽ. ഈ ഇന്നത്തെ ഗതികേടുകളൊന്നും വരാതിരിക്കണം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് മെയ് 6-ാം തീയതി രാത്രി 10:30 പറഞ്ഞ വാക്കാണ്, ഇവിടെ എക്കാലത്തും ഞാനേ ഭരിക്കുകയുള്ളൂ. ഇവിടെ ജാതിയോ മതമോ കളിക്കുന്നവരെ ഞാൻ പ്രത്യേക ശക്തിയായി നശിപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് നമ്മുടെ ശാന്തിഗിരിയിൽ എപ്പോഴെങ്കിലും പൂജ കഴിക്കണം പൂന്നിടുന്നു കേട്ടോ? ആർക്കും കാണും ഒരു കാര്യമില്ല. ചിട്ട ഒന്ന് വൃത്തി ശുദ്ധി ഒന്ന് കുളിച്ച് വൃത്തിയായി വരുന്നേ പറഞ്ഞു. ഇതാണ് ആ ഒരു ധർമ്മം സൂക്ഷിക്കാൻ കൂടി പറയും. അങ്ങനെ ഏതെങ്കിലും ഒരു ഗോത്രം നിങ്ങൾക്ക് നല്ലത് തോന്നുന്നു ഒന്ന് പറഞ്ഞതാണ്. അഥവാ ഒരു ഗോത്രം ഉണ്ടെങ്കിൽ അതിന് മതം തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ അപകടം. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രാർത്ഥന മുടങ്ങണം എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, പ്രാർത്ഥന എന്തോ പ്രശ്നമുണ്ട് തോന്നിയാൽ അവിടെ മറ്റവൻ കയറിയെന്ന് ഉറപ്പാക്കി. ആര് കയറി? നിങ്ങളുടെ ഗോത്രത്തിന്റെ ദേവൻ കയറി. നമ്മൾ ഇന്നുവരെ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഈ ദേവനെ എന്താ അപകടമെന്നാണ് ഇതിൽ വായിച്ചത്. നല്ലതുണ്ട് ഇല്ല എന്നല്ല ഒരുപാട്. എല്ലാവരുടെയും ആവശ്യം, എത്ര നല്ല മനുഷ്യനുണ്ടെങ്കിലും അവൻ അവൻ്റെതായ നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങൾ അവൻ ചെയ്യും.
അത് രാജാവിനായാലും മന്ത്രവാസം അനുസരിച്ച് മനുഷ്യനായി ഇവിടെയാണ് നിലനിൽക്കുന്നെങ്കിൽ ഇവിടെ നിലനിൽക്കാൻ വേണ്ട, എനിക്ക് 3 നേരം ആഹാരം കഴിക്കാൻ വേണ്ട, ഏതൊരു കർമ്മത്തിൻ്റെയും എൻ്റെ എക്സിസ്റ്റിങ്ങിന് വേണ്ടി, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ ചെയ്യും. അത് ഭൂമിയിൽ എനിക്ക് തന്ന അവകാശമാണ്. ഇതുപോലെയാണ് ദേവന്റെ ലോകവും ദേവിയുടെ ലോകവും ഋഷിയുടെ ലോകവും. അവിടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് ജാതിയും മതവും നിങ്ങൾ വിടാതെ ഗുരുവിനെ പിടിക്കാൻ നോക്കിയാൽ അത് അപകടമാണ്. അവിടെ പലവരും ജാതി നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട്. ചിലവരെ എന്നെ കൊണ്ടുവരും വിവാഹം കഴിപ്പിച്ചവരുണ്ട്. അല്ലേ അല്ലേ നമ്മൾ അവിടെയൊക്കെ നടത്തിയില്ലേ? കോഴിക്കോടൊക്കെ നമ്മൾ അല്ലേ എന്താണെന്ന് വിചാരിച്ചിരിക്കും. എന്നിട്ട് പറയും ചെക്കൻ്റെ വീട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് ആശ്രമത്തിൽ വന്നു. നമുക്ക് ആശ്രമത്തിൽ ഇപ്പോൾ ദിവസം വിശ്വജ്ഞാന മന്ദിരത്തിൽ ആയിരക്കണക്കിന് പേര് വരുന്നു. അവരെല്ലാം ഇതായിട്ടാണ്. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ജന്മമേ കിട്ടിയിട്ടുള്ളൂ, അതിൽ രക്ഷപ്പെട്ടോ. സിലബസ് തെറ്റിട്ട് പഠിക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഗുരു പറയുന്ന രീതിയിലുള്ള ജീവിതശൈലി കൊണ്ടുവരണം. നിങ്ങളുടെ ഗോത്രത്തിൽ വന്നിട്ടുള്ള ഈ രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, നിങ്ങളുടെ ജാതിയിൽ നിന്നും നിങ്ങൾ ആരാധിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് കയറി വരുന്ന, നിങ്ങളുടെ ജനറ്റിക്കിലൂടെ കയറി വരുന്ന പ്രശ്നങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അത് എപ്പിജനറ്റിക് എന്നാണ് പറയുന്നത്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. അത് ഞാൻ അടുത്ത ആഴ്ച കുറച്ച് പറഞ്ഞു തരും. അത് വളരെ വിശദമായി ചർച്ച ചെയ്ത് അത് തെളിയിച്ച് നോബൽ സമ്മാനം നേടിയവർ ഇവിടെയും. അതുകൊണ്ട് പ്രാർത്ഥന എന്തൊക്കെ സംഭവിച്ചു, നിങ്ങൾ 3 നേരം ആഹാരം കഴിച്ചില്ലേ കുഴപ്പമില്ല, എന്ത് ചെയ്യരുത്, പ്രാർത്ഥന മുടങ്ങരുത്. കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രാർത്ഥന മുടക്കരുത്. നിങ്ങൾക്ക് പീരീഡ്സ് ആണോ, പ്രാർത്ഥന കൂട്ടിക്കും. നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, കുഴപ്പമില്ല. ഭർത്താവിനോട് കെട്ടാൻ അവിടെ തിരികെത്തിക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ. ഇത് നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. അടുത്ത് നമുക്ക് ഈ ലൈഫ് സ്റ്റൈലുണ്ട്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധാപൂർവം ചെയ്യാതെ വരുന്ന പ്രശ്നങ്ങളാണ്. ഇതെല്ലാം അടുത്ത സത്സംഗത്തിലെടുക്കാം. കോഴിക്കോടുകാർക്കൊക്കെ ഉറക്കെ അറിയാം ഇതിനെക്കുറിച്ച്. ഇതെല്ലാം അവിടുത്തെ സത്സംഗത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ആരാധന ഇതുണ്ട്. അത് കഴിഞ്ഞ് ഗുരുദർശനം എന്താണെന്ന് പഠിക്കണം. ആശ്രമത്തിൽ കർമ്മം ചെയ്യുന്നതിനാണ് പഠിക്കണം. അതൊക്കെ നമുക്ക് വരുന്ന ഓരോ സമയങ്ങളിൽ വേഗം പഠിച്ചു പോകും. അല്ലേ? ഇതെല്ലാം ഗുരു പറഞ്ഞ ചിട്ടകളാണ്. എല്ലാവർക്കും ഗുരുകാരുണ്യം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവാദം സമർപ്പിക്കുന്നു.